ഹലോ ഗൈസ്, ഹാപ്പി ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഇതൊരു പുതിയൊരു വീഡിയോ അല്ല, ഷിംല ഡയറീസിൻ്റെ പാർട്ട് 2 ആണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഹിമാചൽ എത്താറായി. കുന്നും മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, കുന്നും മലയും. ഇനി ഇങ്ങനെയുള്ള റോഡുകളിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. കുറച്ച് ഡേഞ്ചറാണ്. രാത്രി ഒരു 8:30 ആയി. ആ സമയത്ത് നമ്മളൊരു സ്റ്റേ ചെയ്ത് രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഹിമാനീസ് റെസ്റ്റോറൻറ്റ് എന്നുള്ള ഒരു ഹോട്ടലിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. ആ രാത്രി നമ്മൾ അവിടെ സ്റ്റേ ചെയ്തു. നല്ലൊരു ഹോട്ടലായിരുന്നു. കുറച്ച് റേറ്റ് എല്ലാത്തിനും, ഫുഡിനും റൂമിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി. അടുത്ത വ്യൂ ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയപ്പോൾ വഴിയിൽ നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടു. കുറേ ആൾക്കാർ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ ഇടുന്ന കാണുമ്പോൾ വലിയ ആഗ്രഹമായിരുന്നു നമുക്കും ഇങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടാ ഷിംലയിൽ. ഇവിടുന്ന് നമുക്ക് നമ്മളെ ഓൺ കാർ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഓഫ് റോഡിലൂടെയാണ് പോകേണ്ടത്. ഇനി മേലേക്ക് നമ്മൾ പോകേണ്ടത് അരമണിക്കൂർ യാത്രയുണ്ട്. അരമണിക്കൂർ നമ്മൾ പോകേണ്ടത് വേറെ വണ്ടിയിലാണ്. അത്രയ്ക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിലൂടെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടുന്ന് 2 ചോയ്സ് ഉണ്ട്. ഒന്ന് കുതിരവണ്ടി, ഒന്ന് ജീപ്പ്. നമ്മൾ ജീപ്പാണ് ചൂസ് ചെയ്തത്. കുതിരവണ്ടിയിൽ പോകണമെങ്കിൽ 500 ആണ്. പിന്നെ ജീപ്പിൽ പോകണമെങ്കിൽ പെർ ഹെഡ് 1000 ആണ് കൊടുക്കേണ്ടത്. നമ്മൾ ജീപ്പിലാണ് പോയത്. വളരെ ഡേഞ്ചറായിട്ടുള്ള റോഡായിരുന്നു. I've seen things that you wouldn't believe. I was lost until I found that I'm invincible. Nobody gonna bring me down. Here we go. നമ്മൾ കുലുങ്ങി മേലെ എത്തിയിട്ടാ. നമ്മൾ മേലെ എത്തിക്കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് തീരുന്നവരെ അവർ നമ്മളെ വെയിറ്റ് ചെയ്യും. ഷിംല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നത് കുറേ മഞ്ഞുമാരി കളിക്കുന്നതും അതൊക്കെയാണല്ലേ. പക്ഷേ നമ്മൾ വന്ന ആ ഒരു ടൈമിങ് ശരിയല്ലാത്തതുകൊണ്ടായിരിക്കാം കൂടുതലൊന്നും കാണാനുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. കുറേ സ്റ്റാളുണ്ടായിരുന്നു മേലെ.
ഷിംലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ആ ഒരു സീസൺ നോക്കിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. I've seen things that you wouldn't believe. I was lost until I found that I'm invincible. Nobody gon' bring me down. Here we go. അങ്ങനെ നമ്മൾ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ടെലിസ്കോപ്പ് പോയിന്റ് എന്നുള്ള ആ ഒരു സ്റ്റാള് കണ്ടു. അങ്ങോട്ട് പോയിട്ട് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അതായത് ടെലിസ്കോപ്പിലൂടെ ഏകദേശം 300 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലങ്ങൾ കാണിച്ചു തരുന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ഷിംല വിശേഷങ്ങൾ. കൂടുതലായിട്ട് വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു നമ്മൾ വന്ന ആ ഒരു ടൈമിംഗ് ശരിയല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.